യുറേക്ക ഫോബ്സിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ക്ലീൻ വിത്ത് ഓട്ടോബിൻ റോബോ വാക്യൂം ക്ലീനർ പരിചയപ്പെടാം. ഒത്തിരി മോഡൽ റോബോ വാക്യൂം ക്ലീനർ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് ഈ ഒരു മോഡലിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഓട്ടോ ബിന്നാണ്. ഓരോ ക്ലീനിങ്ങിന് ശേഷവും വേസ്റ്റ് ഈ ബിന്നിൽ കളക്ട് ചെയ്യും. ബോക്സിന്റെ ഉള്ളിലായിട്ട് റോബോ വാക്യൂം ക്ലീനർ, ഓട്ടോ ബിന്നും ചാർജിങ് സ്റ്റേഷനും ഒരുമിച്ചാണ് വരുന്നത്. ഡസ്റ്റ് ബാഗ് എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ടാവും. സൈഡ് ബ്രഷ് എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ടാവും. മോപ്പിംഗ് ഹോൾഡർ, മോപ്പിംഗ് ക്ലോത്ത് ഇതും എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ടാവും. ഹെപ്പ ഫിൽറ്റർ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ടാകും. അത് ക്ലീൻ ആക്കാനായിട്ടുള്ള ബ്രഷും വരുന്നതാണ്. ഈ ഒരു റോബോ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്ലോർ തുടക്കാം. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്തരം പൊടികൾ വരെ നമുക്കിതിൽ ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. ഓരോ ക്ലീനിങ്ങിന് ശേഷവും വേസ്റ്റ് ഈ ഒരു ബിന്നിൽ കളക്ട് ചെയ്യപ്പെടും. അത്തരത്തിൽ 65 ദിവസം വരെ നമുക്കിതിൽ കളക്ട് ചെയ്യും. 4 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. വാക്യൂം ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ബിന്നിൽ അത് കളക്ട് ചെയ്യണത്. പ്രധാനമായും 3 സെൻസറുകളാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. ഏറ്റവും പുതിയ സെൻസറായ ലിഡാർ 3.0. ഈ ഒരു സെൻസറാണ് വാക്യൂം ക്ലീനറിൻ്റെ മെയിൻ നാവിഗേഷൻ സിസ്റ്റം. മുകളിലായിട്ടാണ് ഈ ഒരു സെൻസർ വരുന്നത്. ലേസർ ബീം യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഡോർ എവിടെയാണ് വരുന്നത്, ഫർണിച്ചേഴ്സ് എവിടെയാണ് വരുന്നത്, വാൾ എവിടെയാണ് വരുന്നത്, ഇത്തരത്തിൽ നമ്മുടെ വീടിൻ്റെ ഒരു മാപ്പ് 360 ഡിഗ്രി മാപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വാക്യൂം ക്ലീനർ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ സെൻസറാണ് ആൻറ്റി ഫാൾട്ട് സെൻസർ. വാക്യൂം ക്ലീനറിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു സെൻസർ വരുന്നത്. വാക്യൂം ക്ലീനർ മുകളിൽ നിന്നും താഴെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെൻസർ സഹായിക്കുന്നത്. മൂന്നാമത്തെ സെൻസറാണ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡിറ്റക്ഷൻ സെൻസർ. വാക്യൂം ക്ലീനറിൻ്റെ ചുറ്റുമായിട്ടാണ് ആ ഒരു സെൻസർ വരുന്നത്. ഇൻഫ്രാറെഡ് ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുമ്പിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സെൻസർ സഹായിക്കും. ഈ 3 സെൻസറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാക്യൂം ക്ലീനർ പ്രവർത്തിക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് അല്ലെങ്കിൽ ഫ്ലോർ, അത്തരത്തിൽ 5 ഫ്ലോറുകൾ വരെ ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ സ്മാർട്ട് ആപ്പ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമുക്കതിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ 2 റൂം മാത്രം ക്ലീൻ ആക്കിയാൽ മതിയെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമുക്കത് ക്ലീൻ ആക്കാം. ഇനി ഏതെങ്കിലും ഒരു ഭാഗം ക്ലീൻ ആക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലും അതിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ക്ലീൻ ആക്കിയ ആ ഒരു ഡേറ്റയൊക്കെ നമുക്ക് ആ ഒരു ആപ്പിൽ അറിയാനായിട്ടും സാധിക്കും. ഒരേ ടൈമിൽ 5 ഫോണുകൾ വരെ നമുക്ക് ഈ ഒരു വാക്യൂം ക്ലീനറായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രാജ്യത്ത് നിന്നും ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വോയിസ് അസിസ്റ്റന്റ് വഴി, അലക്സയൊക്കെ വഴി നമുക്കിത് കൺട്രോൾ ചെയ്യാം. 5000 mAh ലിഥിയം ബാറ്ററിയാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. സെക്ഷൻ പവർ 5000 പാസ്കൽ, ഏറ്റവും കുറഞ്ഞത് 600 പാസ്കൽ. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് 5 മണിക്കൂർ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. 600 പാസ്കലിലായിരിക്കുന്നു മാത്രം. 20% താഴെ ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് സ്റ്റേഷനിൽ വന്ന് ചാർജ് ആയിക്കോളും. റോബോ വാക്യൂം ക്ലീനറിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. ഓൾറെഡി തുടച്ച് ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന ഒരു ഫ്ലോർ അല്ലെങ്കിൽ ഒരു റൂം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് റോബോ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒത്തിരി അഴുക്കും പൊടിയുള്ള ഒരു ഫ്ലോറിൽ റോബോ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ആക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ മോപ്പിംഗ് വരുന്നുണ്ട്. താഴെയായിട്ടാണ് വെള്ളത്തിൻ്റെ ടാങ്ക് വരുന്നത്. 300 ml ആണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന കണ്ടെയ്നർ വരുന്നതാണ്. 330 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഈ സൈഡ് ബ്രഷ് കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഊരിയെടുക്കാനായിട്ട് ഈ 2 ബ്രഷിൽ ഒരേ ബലത്തിൽ നേരെ മേളിലേക്ക് വലിച്ചു കൊടുക്കുക. മോപ്പിംഗ് ഹോൾഡർ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഡസ്റ്റ് കണ്ടെയ്നറിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഹെപ്പ ഫിൽറ്റർ കാണാനായിട്ട് സാധിക്കും. നിർബന്ധമായിട്ടും നിങ്ങളിത് ക്ലീൻ ആക്കണം. അതുപോലെ തിരിച്ച് സെറ്റ് ചെയ്യുകയും വേണം. തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ടാഗ് മുകളിൽ വന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഈ വീലെടുത്ത് ക്ലീൻ ആക്കാനായിട്ട് നമുക്കിതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് നേരെ മുകളിലോട്ട് വലിച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ മുടിയൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് ക്ലീൻ ആക്കാനായിട്ട് ഈ രീതിയിൽ അത് ഊരിയെടുക്കണം. ഇനി തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മെയിൻ ബ്രഷ് ഊരിയെടുക്കാനായിട്ട് ഈ രീതിയിൽ പ്രസ് ചെയ്ത് മുകളിലോട്ട് പൊക്കി കൊടുക്കുക. അതിനുശേഷം ബ്രഷ് എടുക്കുക, ക്ലീൻ ആക്കി കൊടുക്കുക. ഇനി തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഈ ഒരു സൈഡ് സെറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. 1 year ആണ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നത്. ഹോം സർവീസ് അവൈലബിൾ ആണ്. ഹോം ഡെമോ അവൈലബിൾ അല്ല. വെർച്വൽ ഡെമോ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ പറയുന്ന ലാംഗ്വേജിൽ അവർ സെറ്റ് ചെയ്ത് തരും.